ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കാറിൻ്റെ ടാറ്റ നെക്സോൺ കാറിൻ്റെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ കാറിൻ്റെ ഫസ്റ്റ് സർവീസിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എന്താണെങ്കിലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് സർവീസൊക്കെ. പലരും പറയാറുള്ളത് പോലെ ടാറ്റയുടെ സർവീസും കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് പേഴ്സണലി മോശമായിട്ട് തോന്നിയില്ല. വളരെ കാര്യമായിട്ട് തന്നെ അവർ തന്നെ വണ്ടിയും ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവർ വളരെ മികച്ചതായിരുന്നു. എൻ്റെ ഫസ്റ്റ് സർവീസ് ഞാൻ നടത്തിയത് നമ്മുടെ പത്തനംതിട്ടയിലുള്ള ഫോക്കസ് ടീംസിൻ്റെ ആയിരുന്നു, അതായത് തെക്കേമല എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം അത് നമുക്ക് പ്രത്യേകം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് കാർ വാങ്ങിയതിന് ശേഷം നമുക്ക് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 1 മന്തിന് അടുപ്പിച്ചായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നായിരുന്നു MK മോട്ടോഴ്സിൽ നിന്ന്. നമുക്കൊരു പ്യൂരിഫയർ പിന്നെ ഹ്യൂമിഡിഫയർ ഈ നെക്സോൺ കാറിൻ്റെ കൂടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, സാർ ഇതൊന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. പക്ഷേ ഞാനത് അത് കോട്ടയത്തു നിന്നാണ് കോൾ വന്നത്. അപ്പോൾ ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ പിന്നെ പത്തനംതിട്ട ചെന്നു, പത്തനംതിട്ട MK മോട്ടോഴ്സ് ചെന്നു. പക്ഷേ അവർക്കതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊരു മിസ്കമ്മ്യൂണിക്കേഷൻ എന്തോ സംഭവം. ഒരു കോട്ടയത്തു നിന്നാണ് വണ്ടി പർച്ചേസ് ചെയ്തത് എന്ന് കരുതിയിട്ട് വിളിച്ചതായിരിക്കാം. അപ്പോൾ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും അല്ല, എന്തോ ഇവിടെ ഒരു പിന്നീട് ഞാൻ അതിനെപ്പറ്റി അങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ കരുതി എന്താണെങ്കിലും നമുക്ക് വണ്ടി വാങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് വിട്ടു. അപ്പോൾ ഇന്നലെ എനിക്ക് കോൾ വന്നു, അതായത് ഫസ്റ്റ് സർവീസിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട MK മോട്ടോഴ്സിൽ നിന്ന് എനിക്ക് കോൾ വന്നു. പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ അവിടെ നേരത്തെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഫസ്റ്റ് സർവീസും കാര്യങ്ങളും ഓപ്പൺ ആകും എന്ന് പറഞ്ഞല്ലാതെ എന്ന് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് സർവീസ് ഫോക്കസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തെക്കേമല ഫോക്കസിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഫോക്കസിൽ സർവീസ് ഉണ്ട്, അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കോള് വന്നപ്പോഴാണ് പത്തനംതിട്ട MKയിൽ തുടങ്ങിയ കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അപ്പോഴാണ് ഞാൻ ഈ ഒരു പ്യൂരിഫയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരും ഈ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഞാനിപ്പോൾ 2 വട്ടം ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ ശല്യപ്പെടുത്തിക്കുന്നത് കൊണ്ട് അവർ വന്ന് കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് സർവീസിന് ശേഷം അവിടെ ചെന്നിട്ട് ഇത് ചോദിച്ചു. പക്ഷേ അപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അവർ പല കാര്യം ഡീൽ ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത്ര തവണയായിട്ട് വന്ന് ഈ 2 തവണ വണ്ടി ഓടിച്ചെന്ന് അതിൻ്റെ കൊണ്ടൊക്കെ ആയിരിക്കും എന്താണ് എനിക്ക് ഹ്യൂമിഡിഫയർ അവരെനിക്ക് തന്നു. പക്ഷേ ഈ പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. എന്താണെങ്കിലും ഇത് ടാറ്റയുടെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ ടാറ്റ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പം ഇത് നല്ല എൻ്റെ പ്രൈസ് കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് പ്രൈസുള്ള സാധനമാണ്. അപ്പം ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഹ്യൂമിഡിഫയർ, എന്താണ് കാര്യങ്ങളെന്നുള്ളത് ഞാനിവിടെ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. മെയിൻലി എയർ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കാത്ത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, പിന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയാണ് കുറേ പർപ്പസുകളാണ് കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഒരു എന്താണ് ഒരു മെയിനായിട്ട് ഹ്യൂമിഡിഫയർ, അതിൻ്റെ പേര് തന്നെയുണ്ട് എന്താണെന്നുള്ളത്, ഹ്യൂമിഡിറ്റി ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ പ്രോഡക്റ്റ് എന്താണെങ്കിലും അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് മെയിൻ മെഷീൻ. സോ ഇതാണ്, ഇതിനകത്തിൽ ഒരു ഫോഗ് എമിറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. പിന്നെ ലൈറ്റ് കാര്യങ്ങൾ, വാട്ടർ ലെവൽ, പിന്നെ ഒരു USB കണക്ടിവിറ്റിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ്, പിന്നെ ഒരു ലൈറ്റ് ഓൺ ചെയ്യുന്ന സ്വിച്ചും, പിന്നെ അതിനെ ഫോഗ് എമിറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചും ഉണ്ട്. ഇതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഒരു സ്റ്റാൻഡുണ്ട്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡുണ്ട്. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡ് പോലെ നമുക്കിത് ചെയ്യാം. പക്ഷേ ഇതിപ്പം കാറിൽ ഇതിനടിയിൽ സ്റ്റിക്കർ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നമുക്കിതിപ്പം ഡാഷിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനോ അങ്ങനെ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഇട്ടിച്ച് നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും, അറിയില്ല. ഇതെവിടെയാണ് വെക്കുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പ്രോബബ്ലി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വെക്കേണ്ടി വരും. പിന്നെ
പിന്നെ അതിനകത്തിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ എന്താണ്, ബാക്കി എൻ്റെ ഓപ്പറേറ്റിംഗ് മാനുവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഓക്കെ, അതിന് ഓപ്പറേറ്റിംഗ് മാനുവൽസും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. അതിനകത്ത് വരുമ്പോഴത്തേക്കും ഓക്കെ, എന്താണ് ഐറ്റം, ഓക്കെ, ഒരു സ്പഞ്ഞി, അതിൻ്റെ നമ്മൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഇതിനകത്ത് വെക്കേണ്ട സാധനമാണ്. പിന്നെ എന്താണ് അതിൽ ഒരു USB കേബിൾ. അത് ഞാൻ പുറത്തെടുക്കാൻ ഇപ്പോൾ ഒറ്റ കൈ കൊണ്ട് ക്യാമറ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. USB കേബിളാണ്. അപ്പോൾ ഇത് USB കേബിളുണ്ട്, അത് നമുക്ക് കണക്ടറിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിതിനൊന്ന് ഓക്കെ, ഇത് കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഞാനിത് വാനിലൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം. ഇതിനകത്ത് വാട്ടർ ലെവലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വാട്ടർ ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് ഇരിക്കുന്ന വാട്ടർ വേറെ ഇതിനകത്തിൽ മറ്റേ ഈ മണം അല്ലെങ്കിൽ സെൻറ്റ് പരിപാടികൾ, സ്പ്രേയും മറ്റേ മണം എടുക്കാനുള്ള സംഭവങ്ങളൊന്നും ഇതിനോട് ഇല്ല. നമ്മൾ പ്രത്യേകം വാങ്ങിയിട്ട് ചിലപ്പോൾ ഇതിനോട് മിക്സ് ചെയ്യേണ്ടി വരുമായിരിക്കും. അത് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ സാധാ വെള്ളമൊന്നും ഒഴിച്ച് നോക്കുക. പിന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഓപ്പൺ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം അത് കണ്ടതുപോലത്തെ ഒരു പഞ്ഞി, ആ സ്റ്റിക്ക് അതിനകത്ത് നമ്മളൊരു കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തിലേക്കാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ വാട്ടർ ഫില്ല് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാം. അതിപ്പോൾ നിറയെ ഒഴിക്കുകയാണ്. ഓക്കെ, മതിയായിരിക്കും. വാട്ടർ ഫില്ല് ചെയ്തു. അതിനുശേഷം ഇതിപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞല്ലോ, സ്പോഞ്ചും നമ്മളിപ്പം സ്പെയറായിട്ട് കണ്ട സ്പോഞ്ച് പോലത്തെ ഒരു സ്പോഞ്ച് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് ഒരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രസ് കൊടുത്താൽ മതി. ഓൾറെഡി പ്രസ്ഡായിട്ടായിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. വാട്ടർ നിറയ്ക്കുക, ഇതിനകത്തേക്ക് ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് ക്ലോക്ക് വൈസ് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ കറക്റ്റായി. അത് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ USB കണക്ടർ എടുത്തിട്ട് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ പോർട്ട് ഇവിടെയാണ്. അപ്പോൾ അതിനകത്തേക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇപ്പം ഓക്കെ, ഞാനിത് USB കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പിന്നെ USB പോർട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഇതിൻ്റെ സ്വിച്ചസ് നമുക്കിപ്പം 2 സ്വിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഞാൻ സ്പ്രേയുടെ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ സൂപ്പർ. ശ്രദ്ധ ഫോഗ് ഇതുപോലെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പല മോഡുകളുണ്ട്. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 സെക്കൻഡ്സ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വണ്ടി ഇപ്പോൾ ഡ്രൈ ആകത്തില്ല. വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ എയറിനെ വലിച്ചെടുത്തിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് പിന്നെ ഡ്രൈവ് ആക്കും. പിന്നെ നെക്സ്റ്റ് സ്വിച്ച് നമുക്ക് നോക്കാം. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ലൈറ്റിന് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. സൂപ്പർ അല്ലേ? അത് നമുക്ക് മോഡ് അനുസരിച്ച് ഇങ്ങനെ മാറ്റാം. പല മോഡിൽ അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എവിടെ വെക്കും എന്നുള്ളതാണ് ഒരു സംശയം. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് പോലെ നമുക്ക് അടിയിലത്തെ ഇതിന് സ്റ്റാൻഡ് പോലെ നമുക്ക് സെപ്പറേറ്റ് ഞാനൊന്ന് കാണിക്കാം. സിറ്റുവേഷൻ നമുക്കിങ്ങനെ സ്റ്റാൻഡ് പോലെ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആകെ മൊത്തം രസമാണ്. പക്ഷേ അത് നമുക്ക് എങ്ങും ലൈറ്റ് നോക്കുക ഇങ്ങനെ ആയിരിക്കും. ലുക്ക് ആൻഡ് ഫീൽ ബി ലൈക്ക് ദിസ്. സൂപ്പറല്ലേ? അടിയിലൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടർഫുൾ അല്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു ഗുഡ് പ്രോഡക്റ്റ്. എനിക്ക് എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡായി. ഓക്കെ, അപ്പം എന്ത് തന്നെയാണെങ്കിലും കൊള്ളാം.
അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിനെ എവിടെ വെക്കും എന്നുള്ളതാണ് ഒരു സംശയം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് മാറ്റിയിട്ട് വേറെ വീഡിയോയിൽ ഞാൻ വേറെ ആളുടെ വീഡിയോയിൽ കണ്ടതും അയാൾ ഇവിടെ ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് താത്തിറക്കി വെക്കാനേ പറ്റുള്ളൂ. ഇതിനെന്തെങ്കിലും വെക്കാനേ പറ്റുള്ളൂ അല്ലേ? സോ എനി അതർ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ബാക്ക് സൈഡിലോട്ട് അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഈ പ്രോഡക്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ടാറ്റ, താങ്ക് യു MK Motors, ആൻഡ് താങ്ക്സ് ഫോർ ഗിവിങ് ദിസ് വാല്യുബിൾ പ്രോഡക്റ്റ്. സോ കൊള്ളാം. അപ്പം ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ ഗൈസ്. സോ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നുമല്ല, പക്ഷേ ഈ സംഭവം ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. സോ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാമെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. ദിസ് ഇസ് അരുൺ സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ.